അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 2-ാമത്തെ അധ്യായത്തിൽ 32-ാമത്തെ ശ്ലോകം മുതൽ 40 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. ഓം ശ്രീ ജഗദംബികായൈ നമഃ. ദേവ്യുവാച കാജേശാ സ്വാനി കാര്യാണി കുരുധ്വം സമതന്ത്രിതാ. സൃഷ്ടിസ്ഥിതി വിശിഷ്ടാനി ഹതാവേതൗ മഹാസുരൗ. കൃത്വാ സ്വാനി നികേതാനി പസധ്വം വിഗതജ്വരാ. പ്രജാശ്ചതുർവിധാ സർവാ സൃജധ്വം സ്വവിഭൂതിഭിः. ബ്രഹ്മോവാച തച്ഛ്രുത്വാ വചനം തസ്യാ പേശലം സുഖദം മൃദു. അബ്രൂമ താമശക്താ സ്മാ കഥം കുർമസ്ത്വിമാ പ്രജാ. ന മഹീ വിതതാ മാതാ സർവത്ര വിതതം ജലം. ന ഭൂതാനി ഗുണാശ്ചാപി തന്മാത്രാണീന്ദ്രിയാണി ച. തദാകർണ്യവചോസ്മാകം ശിവാ ജാതാ സ്മിതാനനാ. ഝടിത്യേവാഗതം തത്ര വിമാനം ഗഗനാച്ഛുഭം. സോവാചാസ്മിൻ സുരാ കാമം വിശധ്വം ഗതസാധ്വസാ. വിമാനേ ബ്രഹ്മവിഷ്ണീശാ ദർശയാമ്യദ്യ ചാദ്ഭുതം.
തന്നിശമ്യ വചസ്തസ്യ ഓമിത്യുക്ത്വാ പുനർവയം സമാരുഹ്യോപവിഷ്ടാസ്മോ വിമാനേ രത്നമണ്ഡിതേ മുക്താദാമ സുസംവീതേ കിങ്കിണീജാല ശബ്ദിതേ സുരസത്മനിഭേ രമ്യേ ത്രയസ്തത്രാവിശങ്കിതാ സോപവിഷ്ടാംസ്തതോ ദൃഷ്ട്വാ ദേവ്യസ്മാൻ വിചിതേന്ദ്രിയാൻ സ്വശക്ത്യാ തദ്വിമാനം വൈ നോദയാമാസ ചാംബരേ. ശ്രീജഗദംബികായൈ നമഃ. ഇതി ശ്രീമദ്ദേവി ഭാഗവതേ തൃതീയസ്കന്ധേ ദ്വിതീയോധ്യായ സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീജഗദംബികായൈ നമഃ. സദാ സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം തൃതീയ സ്കന്ധത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ 31 ശ്ലോകം മുതൽ 41 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ നതോന്നതാവൃത്തത്തിൽ ഭാഷാഗാനമായി മലയാള തർജ്ജമയായി പാടി പരമേശ്വരിയായ ആ ജഗദംബികയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്തിപൂർവം സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ബ്രഹ്മ വിഷ്ണു മഹേശ്വര മമ വാണി ശ്രദ്ധിക്കുക, തീരെ അലസരാവാതെ സ്വകർമ്മം ചെയ്യൂ. മഹാസുരർ കൊല്ലപ്പെട്ടു, സ്വസ്ഥാനങ്ങളിലെത്തിട്ടു, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തിടേണം. സ്വശക്തിയാൽ 4 വിധം പ്രജാസൃഷ്ടി നടത്തണം. സുന്ദര മൃദു മധുര വാണിയെ കേട്ട് അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ബ്രഹ്മാവ് പറഞ്ഞു, ഞങ്ങൾ അശക്തരാണമ്മേ, പ്രജാസൃഷ്ടിയേതോ വിധം ഭൂമിക്കു വിസ്താരമില്ല, എങ്ങും ജലം താൻ. പഞ്ചഭൂതമില്ല, ത്രിഗുണങ്ങളില്ല, തന്മാത്രയും ഇന്ദ്രിയങ്ങളില്ല. കേട്ടു ദേവി ചിരിച്ചു, ഉടൻ തന്നെ വിമാനവുമെത്തി. ദേവി ചൊല്ലി മെല്ലെ, പേടിക്കേണ്ട 3 പേരും ഇതിൽ കയറൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ബ്രഹ്മാ വിഷ്ണു മഹേശ്വരേ
ഇതിൽ ഞാനുമൊരു ദിവ്യ അത്ഭുതത്തെ കാട്ടുന്നുണ്ട്. ഓങ്കാരം ചൊല്ലി രത്നാലങ്കൃതമായുള്ള മുത്തുമാല ചാർത്തിയതാം കിങ്കിണി ജാലം കിലുങ്ങും സ്വർഗസമാനം. രമ്യമായ വിമാനത്തിൽ ഒട്ടും സങ്കോചമില്ലാതെ ഞങ്ങൾ കയറിയതിനെ കണ്ടു ദേവിയും. അവിടുത്തെ അനൽപമാം ശക്തി കൊണ്ടു വിമാനത്തെ ആകാശമാർഗത്തിലൂടെ നയിച്ചു വേഗം. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി നാരായണ, അമ്മേ ലക്ഷ്മി നാരായണ, അമ്മേ ഭദ്രേ നാരായണ, അമ്മേ ശരണം. അമ്മേ ശരണം. ദേവി ശരണം. ലക്ഷ്മി ശരണം. ഭദ്രേ ശരണം. വാണി ശരണം. കാളി ശരണം. കാളി ശരണം. ഭദ്രകാളി ശരണം. ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന ജ്ഞാനയജ്ഞം ഇന്ന് 171 ദിവസം. ശ്രീമദ് ദേവി ഭാഗവതം 3 സ്കന്ധത്തിൽ 2 അധ്യായത്തിൽ 31 ശ്ലോകം മുതൽ 40 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് അനുസ്മരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 31 ശ്ലോകം അനുസ്മരിച്ചിരുന്നു. അതിൻ്റെ പൂർവഭാഗം കഴിഞ്ഞ് ഉത്തരഭാഗം ദേവിയുടെ വാക്കുകളാണ്. ആ ഭാഗത്തോടു കൂടിയാണ് 2 വരി, 31 ശ്ലോകത്തിൽ 2 വരിയോടുകൂടിയാണ് നമ്മളിന്ന് ആരംഭിക്കുന്നത്. അവിടെ വിഷ്ണുവിൽ നിന്നും നിദ്രാദേവി വിട്ടുപോയി എന്നും വിഷ്ണുവിന് ഉറക്കത്തിൽ നിന്ന് ഉണരാൻ സാധിച്ചു എന്നും 5000 വർഷം മധുകൈടഭന്മാരുമായി യുദ്ധം ചെയ്ത് വിഷ്ണു അവരെ നിഗ്രഹിച്ചു എന്നും ഒടുവിൽ അവിടെ ആ ബ്രഹ്മ രുദ്ര വിഷ്ണുഭാവങ്ങളുടെ മുമ്പിൽ ദേവി പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു എന്ന് പറയുകയാണ്. എന്താ ദേവി പറഞ്ഞത്? കാജേശാസ്വാനി കാര്യാണി കുരുദ്ധം സമതന്ത്രിത. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരോട്
കാ അജ ഈശ, ഇതാണ് കാജേശ. അപ്പം നിങ്ങളോട് അവരോട് പറയുകയാണ്, സ്വാനി കാര്യാണി കുരുധ്വം സമതന്ത്രിത, ഒട്ടും അലസരാവാതെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യൂ, നിർവഹിക്കൂ. സൃഷ്ടിസ്ഥിതി വിശിഷ്ടാനി ഹതാവേതോ മഹാസുരൗ കൃത്വാസ്വാനി നികേതാനി വസധ്വം വിഗതജ്വരാഃ പ്രജാശ്ചതുർവിധാ സർവ സൃജധ്വം സ്വവിഭൂതിഭി. ഈ മഹാസുരന്മാര് രണ്ടുപേരും, മധു കൈടഭന്മാര് രണ്ടുപേരും കൊല്ലപ്പെട്ടു. ഇനി നിങ്ങൾ സ്വസങ്കേതസ്ഥാനം ഉറപ്പിച്ച് സ്വധാമത്തിലിരുന്നു കൊണ്ട് ഒരു പ്രയാസവുമില്ലാതെ വിഗതജ്വരാഹ എന്തു ചെയ്യണം? സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നിർവഹിക്കണം. സ്വശക്തി കൊണ്ട് 4 തരത്തിലുള്ള പ്രജകളെ സൃഷ്ടിക്കണം എന്നും പറഞ്ഞു. ബ്രഹ്മാവ് ഇപ്പൊ ചോദിക്കുകയാണ്, തക്ഷുത്വാ വചനം തസ്യ പേശലം സുഖദം മൃദു. ദേവിയുടെ ആ സുന്ദരമായ സുഖപ്രദമായിരിക്കുന്ന മൃദുവായ വാക്കുകൾ കേട്ടിട്ട് അബ്രൂമ താമശക്താസ്മ കഥം കുർമസ്ത്യുമാ പ്രജ നമഹി വിതത മാത സർവത്ര വിതതം ജലം. ദേവിയുടെ വാക്ക് കേട്ടിട്ട് ദേവിയോട് പറഞ്ഞു, ഹേ അംബികേ, ഞങ്ങൾ അശക്തരാണ്. അബ്രൂമ താം അശക്താസ്മ കഥം കുർമസ്ത്യുമാ പ്രജ, ഞങ്ങൾ എങ്ങനെയാണ് ഈ പ്രജകളെയൊക്കെ സൃഷ്ടിക്കുക? നമഹി വിതതാ മാത സർവത്ര വിതതം ജലം. ഭൂമിക്ക് വിസ്താരമില്ല, ഭൂമിയിൽ എല്ലായിടത്തും വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തു ചെയ്യും? അതിനുള്ള പരിഹാരം കൂടി അമ്മേ പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ന ഭൂതാനി ഗുണാശ്ചാപി തന്മാത്രാണി ഇന്ദ്രിയാണിച്ച. പഞ്ചഭൂതങ്ങളില്ല അല്ലേ? ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം, ഇതാണ് പഞ്ചഭൂതം. അതിൽ ഇപ്പം എന്താ? ജലം മാത്രമേ ഉള്ളൂ. ത്രിഗുണങ്ങളില്ല, തന്മാത്രകളില്ല, ഇന്ദ്രിയങ്ങളില്ല. അപ്പം എങ്ങനെ ഞങ്ങൾ സൃഷ്ടി ചെയ്യും? ഇതൊക്കെ ഉണ്ടെങ്കിലേ സൃഷ്ടി സാധ്യമാവുള്ളൂ അല്ലേ? പഞ്ചഭൂതം, പഞ്ചതന്മാത്രകൾ ഇതോട് കൂടി ചേരുമ്പോഴാണ് സൃഷ്ടി ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് ഇതൊന്നുമില്ലാത്ത നിലയ്ക്ക് എങ്ങനെയാണ് ഞങ്ങൾ സൃഷ്ടിക്കുക? തദാകർണ്യ വചോസ്മാകം ശിവ ജാത സ്മിതാനന. ഇത് കേട്ടിട്ട് ആ ദേവി അംബികയുടെ മുഖത്ത്, ആ മംഗളസ്വരൂപിണിയുടെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ടായി. സ്മിതാനന ഝടിത്യേവാഗതം തത്ര വിമാനം ഗഗനാക്ഷുഭം. ദേവി പുഞ്ചിരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വിമാനം ആകാശത്ത് വന്നു നിന്നു. ദേവി പറഞ്ഞു, സോവാചാസ്മിൻ സുരാ കാമം വിശധ്വം ഗതസാധ്വസ. ദേവി പറഞ്ഞു, ദേവന്മാരെ, നിങ്ങൾ ആരും പേടിക്കേണ്ട, നിങ്ങൾ ആ ഇതിൽ കയറൂ എന്ന് പറയുകയാണ്. അപ്പോൾ ആ വിമാനത്തിലേക്ക് കയറാൻ ദേവി ക്ഷണിച്ചു. ആകാശവീഥിയിൽ സുന്ദരമായിട്ടുള്ളൊരു വിമാനം വന്നു നിൽക്കുകയും ചെയ്തു. വിമാനേ ബ്രഹ്മവിഷ്ണുീശ ദർശയാമ്യദ്യ ചാദ്ഭുതം തന്നിശമ്യ വചസ്തസ്യ ഓമിത്യുക്ത്വാ പുനർവയം. ഈ വിമാനത്തിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ, ബ്രഹ്മവിഷ്ണുീശ ദർശയാമ്യദ്യ ചാദ്ഭുതം, ഞാനൊരു അത്ഭുതം കാണിക്കുന്നുണ്ട്. ദേവി ഞങ്ങളോട് പറഞ്ഞു, ഞാൻ ഇതിനകത്ത് ഒരത്ഭുതം കാണിക്കാൻ പോവുകയാണ്. ദേവിയുടെ വാക്ക് കേട്ട് തന്നിശമ്യ വചസ്തസ്യ, ആ ദേവിയുടെ വാക്കുകളെ കേട്ടിട്ട് ഞങ്ങളെന്ത് പറഞ്ഞു? ഓം ഇത്യുക്ത്വാ പുനർവയം. ഞങ്ങൾ പറഞ്ഞു ഓം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താ? ശരി എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു. ഈ സമയത്ത് സമാരുഹ്യോപവിഷ്ടാസ്മോ വിമാനേ രത്നമണ്ഡിതേ മുക്താദാമസ്സു സംവീതേ കിങ്കിണീജാലശബ്ദിതേ. രത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതാണ് വിമാനം. അതേപോലെ മുത്തുമാലകൾ ചാർത്തിയിരിക്കണു. മുക്താദാമ സുസംവീതേ. പിന്നെ കിങ്കിണീജാല ശബ്ദിതേ, കിങ്കിണീജാലങ്ങൾ ശബ്ദിക്കുന്നതിൻ്റെ, ആ കിലുങ്ങുന്നതിൻ്റെ ശബ്ദം. സുരസത്മനിഭേരമ്യേ ത്രയസ്ത്രാവിശങ്കിത. അമരാവതി, ദേവഭവനമായിരിക്കുന്ന അമരാവതി
മഹേന്ദ്രഭവനം യഥാ, അതേപോലെ ആ വിമാനത്തിൽ ഞങ്ങൾ ത്രയസ്തസ്ത്രാവിശങ്കിത, ഒരു മടിയുമില്ലാതെ ആ വിമാനത്തിൽ ഞാനും വിഷ്ണുവും മഹാദേവനും കയറി ഇരുന്നു എന്ന് പറയുന്നു. വിജിതേന്ദ്രിയന്മാരായ ഞങ്ങൾ അതിനകത്ത് കയറിയിരിക്കണ കണ്ടപ്പോൾ ദേവി സ്വശക്തിയാ തദ്വിമാനം വൈ നോദയാമാസ ചാംബരേ, തൻ്റെ ശക്തി കൊണ്ട് ദേവി ആ വിമാനം ആകാശത്തിലൂടെ മെല്ലെ മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പോൾ ദേവി, നിദ്രാദേവി സ്വരൂപം സ്വീകരിച്ചുകൊണ്ട് ആകാശത്ത് ദർശനം കൊടുത്തു. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ ആ ദേവിയെ സ്തുതിച്ചു. ദേവി അവരോട് സൃഷ്ടി ചെയ്യാനായിട്ട് കൽപ്പിച്ചു. ബ്രഹ്മാവ് പറഞ്ഞു, എങ്ങനെയാണ് സൃഷ്ടി ചെയ്യേണ്ടത്, അതിനുള്ള വഴി കൂടി പറഞ്ഞു തരണേന്ന് പറഞ്ഞു. അപ്പോഴാണ് ദേവി ഒന്ന് പുഞ്ചിരിച്ചത്. ആ ദേവിയുടെ പുഞ്ചിരി അത് എന്തിനെ കാണിച്ചു? തനിക്ക് എല്ലാം നിഷ്പ്രയാസം എന്നുള്ളതാണ് അല്ലേ. ഏത് പ്രവൃത്തിയും ചിരിച്ചും കൊണ്ട് ചെയ്യുമ്പോൾ അതിലൊട്ടും തന്നെ നമുക്കതിൽ ടെൻഷനില്ല എന്നുള്ളതാണ്. ഇനി ടെൻഷൻ വന്നു കഴിഞ്ഞാലോ നമുക്ക് ചിരി മുഖത്ത് വരില്ല. ഇവിടെ പുഞ്ചിരിച്ചും കൊണ്ട് ദേവി ഒരു വിമാനത്തെ അവിടെ എത്തിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും വിമാനത്തിൽ കയറൂ. വിമാനത്തിൽ കയറുമ്പോൾ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്ക് എന്തെങ്കിലും പരിഭ്രമം ഉണ്ടായോ? അവർക്കൊട്ടും പരിഭ്രമം ഉണ്ടായില്ല, മടിയുണ്ടായില്ല. ദേവിയുടെ നിർദ്ദേശത്തെ അവർ യഥാതഥാ എന്താണോ ദേവി പറഞ്ഞത് അത് അനുസരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ദേവി തൻ്റെ ശക്തി കൊണ്ട് ആ വിമാനത്തെ മുന്നോട്ട് നയിച്ചു എന്ന് പറയുന്നിടത്താണ് അവിടെ നമുക്കിതാ ഈ രംഗം 2-ാമത്തെ അധ്യായം സമർപ്പിക്കുക. നാളെ ദേവീ ദർശനം എന്നുള്ള 3-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു.
കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.